കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ഈ സ്നാക്സ് ബോക്സിലേക്ക് കൊടുത്തേക്കാണ് എന്തെങ്കിലും ഒരു ഐറ്റം നമ്മളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കൂലേ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, നമുക്ക് കഴിക്കാം. വൈകുന്നേരത്തെ ചായയുടെ കടിയായിട്ട് നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ സമയമില്ലാത്തവരും ഉണ്ടാവും. അങ്ങനെ ഉള്ളവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഓംലെറ്റാണ് കേട്ടോ. എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തത് നമ്മൾ ആദ്യം ഈ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഞാൻ 1 കപ്പോളം എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല പോലെ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പം ഈ ഒരു ഉരുളക്കിഴങ്ങ് നല്ല പോലെ സോഫ്റ്റായി വരും. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ നീക്കി വേണമെങ്കിൽ ഇതിൽ നിന്ന് മാറ്റുന്നവർക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. അതല്ല ഇതിലേക്ക് തന്നെ എടുക്കുന്നെങ്കിൽ അങ്ങനെ നേരിട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ 5 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 5 മുട്ടയുടെ ഉണ്ണി എടുക്കുന്നില്ല, 3 എടുക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഞാനിതുപോലെ മാറ്റി വെച്ചിട്ട് ആവശ്യമുള്ള മാത്രം എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ എഗ് വൈറ്റ് ഉണ്ടല്ലോ, അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. അതും ഇതുപോലെ നീളത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒരുമിച്ച് ചേർക്കേണ്ട, കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ 1 സവാള ചേർത്ത് കൊടുക്കാം. അതൊക്കെ എല്ലാം നമ്മൾ നീളത്തിലാട്ടോ അരിഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇതിനൊരു ചെറിയൊരു ബൈൻഡിങ്ങിനും അതുമാത്രമല്ല കുറച്ചൊരു ഉറപ്പ് കിട്ടാനും നമുക്ക് ആ ഓംലേറ്റിൻ്റെ അതേ ഒരു ടേസ്റ്റിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദയിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കുന്നെങ്കിൽ ചെയ്തെടുക്കാം, പക്ഷേ അരിപ്പൊടി ആകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി എടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്കിത് ചെറിയ പോർഷനാക്കിയിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. ഞാനത് കംപ്ലീറ്റ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതങ്ങ് ഇട്ടിട്ട് നല്ല പോലെ ഈ ഫ്രൈ പാൻ മൊത്തം കവറാകുന്ന രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ 2-3 ഹോൾസ് ആക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. വേറൊന്നിന് വേണ്ടിയിട്ടല്ല, ഈ ഭാഗത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ഒരുമിച്ച് ചേർത്ത് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ മൊത്തം 5 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 മുട്ടയുടെ ഉണ്ണിയും കഴിക്കാൻ ചിലവർക്ക് മടിയുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ഇങ്ങനെ മാറ്റിയിട്ട് കംപ്ലീറ്റ് മാറ്റി വെക്കുന്നവർക്ക് അങ്ങനെ മാറ്റി വെക്കാം. അതല്ല ആവശ്യമുള്ളത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നവർക്ക് അങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ടേ ഇതേ അവസാനമായിട്ട് കുറച്ച് മല്ലിയില മുകളിൽ ഇതുപോലെ ഒന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു ഫ്രൈ പാൻ എടുക്കാം. അതിലിതുപോലെ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമ്മൾ ഇതിലേക്ക് ഫ്ലിപ്പ് ചെയ്തിടുക. എന്നിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് നമ്മൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് മുരിച്ചെടുക്കുന്നെങ്കിൽ നല്ല പോലെ മുരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ആക്കിയെടുക്കുന്നുണ്ട്. നല്ല പോലെ ക്രിസ്പി ആക്കി എടുക്കുന്നവർക്ക് കുറച്ചുകൂടെ എണ്ണ കൊഴിച്ചിട്ട് നല്ല പോലെ ക്രിസ്പി ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഏത് രീതിയാണോ ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി അല്ലേ. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് സ്നാക്സ് ബോക്സിലേക്ക് കൊടുത്തു വിടാനാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും വൈകുന്നേരം ഈവനിങ് സ്നാക്സിന് എന്തെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.